ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നെല്ലിക്ക വെച്ചിട്ട് നമ്മളൊരു നെല്ലിക്ക വരട്ടിയത് പറയാം. പിന്നെ നെല്ലിക്ക ജാമ് പോലെ കഴിക്കാം. അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ നെല്ലിക്ക റെസിപ്പിയാണ് കേട്ടോ. ഞാനിതുപോലെ ഒരു ബൗള് നിറയെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ. കഴുകി തുടച്ചിട്ട് നമുക്ക് അങ്ങനെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേടായി പോകും കേട്ടോ. ഇത് ഒരുപാട് നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് കേടാകാതിരിക്കും. ഇതുപോലെ നല്ലപോലെ തോർത്തിയെടുക്കാം. ഒരു തുണി വെച്ചിട്ട് വെള്ളപ്പറ്റൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ തോർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ആവിത്തട്ടെടുത്തിട്ട് അതിൽ ആവി കയറ്റിയിടാം. ഇത് നമുക്ക് ദോശയുടെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ എല്ലാം കുട്ടിക്ക് കൊടുക്കാം കേട്ടോ. ജാമായിട്ട് ഉപയോഗിക്കാം. നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വേണ്ടല്ലേ. ഇനി നമുക്ക് അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് പൊളന്ന് വരും കേട്ടോ. അത് നമുക്ക് ഒരു ബൗളിലേക്ക് അടത്തി മാറ്റാം. ഇതുപോലെ ഞാൻ എല്ലാം അടത്തി മാറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് നെല്ലിക്കൊക്കെ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെയാക്കി കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. നമ്മളെ ആരോഗ്യത്തിനും നല്ലതാണ്. മുടി വളർച്ചക്ക്, മുടി കറുപ്പിന്, പിന്നെ നെല്ലിക്ക ഒരുപാട് ഗുണങ്ങൾ, വൈറ്റമിൻ സി അടങ്ങിയതാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കൊളസ്ട്രോളിന് ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം അതിൻ്റെ കുരു അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ജാറ് മൂടി വെച്ച് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം ഒന്നും ഒഴിക്കണ്ട, ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം കൂടുതൽ വെള്ളം അടങ്ങിയത്, ഓൾറെഡി നല്ല വെള്ളമുള്ളതാണ് നെല്ലിക്ക, അതെല്ലാവർക്കും അറിയാം. അപ്പം അത് നല്ല പോലെ പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് 2 പ്രാവശ്യം ഇറക്കാണ്ട് ഞാൻ പറഞ്ഞല്ലോ. 2 പ്രാവശ്യം ഇറക്കണം കേട്ടോ. പിന്നെ 2ാമത്തെ പ്രാവശ്യം നമ്മൾ അരക്കുമ്പോൾ അതിലൊരു സാധനം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി 2ാമത്തെ പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഇഞ്ചി കഷ്ണമാണ് കേട്ടോ, ചെറുത് മതി. അപ്പോൾ അതും കൂടെ അരച്ച് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഉണ്ടല്ലോ, ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇച്ചിരി വരട്ടുമ്പോൾ കുറച്ച് നമുക്ക് പണിയുണ്ടാകും. പക്ഷേങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഇത് പ്രോസസ്സിങ്ങെല്ലാം പെട്ടെന്നാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാനൊരു പാനിൽ 7 ശർക്കരയാണ് എടുത്തത്. ഇതിൽ പൂഴി മണ്ണൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് വെള്ളമൊന്നും വേണ്ട കേട്ടോ, ശർക്കര മാത്രം. ശർക്കര പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇത് പുഴി മണ്ണൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് മാറ്റിയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിൽ ശർക്കരയിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഞാൻ ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ശർക്കരയും നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ. നെയ്യിൻ്റെ കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് അരച്ച് വെച്ച നെല്ലിക്കയില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, നല്ല പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കെല്ലാം ഒത്തിരി നല്ല സാധനമാണ്, എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ പച്ച നെല്ലിക്കയൊക്കെ കഴിക്കാൻ മടി ഉണ്ടാവത്തില്ലേ, അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ കഴിച്ചാൽ. ഇപ്പം നല്ല നെല്ലിക്കയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ ഇത് 1 വർഷം വരെ ഇരിക്കും, കേടുകൂടാണ്ട് ഇരിക്കും കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ കുറേ ഉണ്ടാക്കി വെച്ചാലും കേട് കൂടത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ കേടാകത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ കോരിയെടുക്കുന്ന സ്പൂണ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വെള്ളപ്പറ്റൊന്നും ഇല്ലാണ്ട് ഉപയോഗിച്ച് തന്നെ അങ്ങനെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴേ നമ്മൾ ഇതൊക്കെ വരട്ടിയതൊക്കെ പെട്ടെന്ന് കേടായിപ്പോവും. നമുക്ക് ചക്കയൊക്കെ വരട്ടി വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ശരിക്കും മനസ്സിലാവത്തില്ല കേട്ടോ. അതുപോലെ ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല, ശർക്കരേൻ്റെ കൂടെ ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ വരട്ടിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതാണ് കേട്ടോ. ചുക്ക് കുറച്ച് എടുത്തില്ല, ഏലക്കായ ഇച്ചിരി അധികം എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. രണ്ടും കൂടെ ഇതാക്കിയിട്ട് മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു മണമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ, ശർക്കരയുടെ ഒക്കെ മണം. ഞാൻ ഇനി ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ഇതാണ് എടുക്കുന്നത്, കോൺഫ്ലവർ ആണ് എടുക്കുന്നത് കേട്ടോ. കോൺഫ്ലവർ എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കത് കുറച്ച് നല്ല പോലെ കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കോൺഫ്ലവർ കൂടെ ചേർക്കുന്നത്. ഇനി നമുക്ക് അത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ നോൺ സ്റ്റിക്കിലാക്കുന്നതുകൊണ്ട് അങ്ങനെ കരിഞ്ഞൊന്നും പോകത്തില്ല. ഈ ഇരുമ്പിൻ്റെ ഒക്കെ ഇതിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുന്നേ ചേർത്തായിരുന്നു ശർക്കര ഉരുക്കുമ്പോഴേ. ഇപ്പം ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ നല്ല കളറായിട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നെല്ലിക്കയെന്ന് മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. നമ്മൾ ഈ മുറബ്ബ എന്നെല്ലാം പറയുന്നില്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ, നമ്മൾ തേൻ നെല്ലിക്ക അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ആ ഒരു നമ്മൾ ചുക്കെല്ലാം ഇടുന്നതുകൊണ്ട് പക്ഷേ കൂടുതൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും കേട്ടോ. ഇത് രാവിലെ വെറും വയറ്റിലും പിന്നെ അതുപോലെ രാത്രി കിടക്കാൻ നേരത്തെ ഒരു സ്പൂണ് അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ വേറെ മറ്റുള്ള ഇതുപോലെ വേവിച്ചാൽ ഇതിൻ്റെ വൈറ്റമിൻസിൻ്റെ ഇതൊന്നും നഷ്ടപ്പെടുത്തൊന്നുമില്ല കേട്ടോ. നല്ലതാണ് നെല്ലിക്ക, അതെല്ലാവർക്കും അറിയാം കേട്ടോ. നമ്മൾ മുടിക്കും നല്ലതാണ്, എല്ലാവർക്കും അറിയാം. ഇതുപോലെ നല്ല പോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല പോലെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഇങ്ങനെ ഒരു വെലിഞ്ഞ് വരത്തില്ലേ, അങ്ങനെ ആവണം കേട്ടോ. അങ്ങനെ ആയിട്ടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ആയി വരുന്ന അത്ര. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇതങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നല്ല കളറുമാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു ബൗളിൽ നമ്മൾ മൂടടപ്പുള്ള ഒരു ബൗളിലിട്ട് ജാറിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഗ്ലാസ് ജാറിലിട്ട് വെച്ചാൽ ഒരുപാട് കാലം, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അച്ചാറൊക്കെ ഉപയോഗിക്കുന്നല്ലേ, അങ്ങനെ കേടേ ആവത്തില്ല കേട്ടോ. നമ്മൾ ഈ ചക്ക വരട്ടിയെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിത്, ഒന്നും കേടാവത്തില്ല കേട്ടോ. അങ്ങനെ ദിവസം ഓരോ സ്പൂണ് കഴിക്കുകയും ചെയ്യുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.